അവരാണോ ഭരിക്കുന്നത്? ആരാ ഭരിക്കുന്നത്? ഈ പഞ്ചായത്തിന്റെ ഭരണം ആരുടെ കയ്യിലാ? ജനങ്ങളുടെ കയ്യിലാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് കിടന്നിങ്ങനെ അലക്കേണ്ട കാര്യമുണ്ടോ നമുക്ക്? അല്ല, എനിക്ക് രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത് നിങ്ങളല്ലേ ഭരിക്കുന്നത്? നിങ്ങളല്ലേ ഇത് ഭരിക്കുന്നത്? കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും ഒക്കെ അല്ലേ നിങ്ങളല്ലേ ഇത് ഭരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ അതിനകത്തുനിന്ന് നിങ്ങൾ പുറത്തിങ്ങനെ വായിട്ട് അലയ്ക്കുന്നു? അതിന്റെ കാര്യം നിങ്ങൾക്ക് എന്താ? നിങ്ങളല്ലേ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന ഭരിക്കാൻ? ഇതെങ്ങനെയാ കുറ്റിക്കാട്ട പ്രസാദ് ഹൈജാക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തെ മൊത്തമായി അങ്ങ് വിലക്കെടുക്കുന്നത്? രക്ഷകന്മാരെ കാത്തിരിക്കരുത്. സ്വന്തം കൈക്കരുത്തിൽ, ജനകീയ ശക്തിയിൽ വിശ്വാസമർപ്പിക്കുക, കൈകൾ കോർത്തുപിടിക്കുക. വിജയം നിങ്ങളുടേതാണ്, വിജയം നമ്മുടേതാണ്. രക്ഷകന്മാരെ കാത്തിരിക്കരുത്. സ്വന്തം കൈക്കരുത്തിൽ, ജനകീയ ശക്തിയിൽ വിശ്വാസമർപ്പിക്കുക, കൈകൾ കോർത്തുപിടിക്കുക. വിജയം നിങ്ങളുടേതാണ്, വിജയം നമ്മുടേതാണ്. നന്ദി. ഇത് അതുപോലും ഇല്ലാതെ ഈ ഇത്രയും ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയാണെന്ന് പറയാം. ചൂഷണം ചെയ്യുക. വഞ്ചനയും ചൂഷണവും ഒരുപാട് നടക്കുകയാണ്. ആരെവിടെ കാശ് കൊടുത്ത് വാങ്ങിച്ചാലും കൊടുത്താലും ഇതിൽ അനുഭവിക്കുന്നത് ഞങ്ങൾ ഇതുപോലുള്ള പാവങ്ങളായ ജനങ്ങളാണ്. ഇതിന്റെ ഇപ്പൊ നമ്മുടെ ഈ പുള്ളി എന്ത് ചെയ്യാ, അവിടെ ഇതിന്റെ പുകക്കുഴലിന്റെ നീളം കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പുല്ലാട്ടുള്ളവർ വിചാരിക്കുമോ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, പുല്ലാട് കോഴഞ്ചേരിയൊക്കെ ഇനിയും കഴിയും, നമ്മൾ ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ കോഴഞ്ചേരി പത്തനംതിട്ട ഇങ്ങനെ അവിടെ അതിനപ്പുറം ഒക്കെ പോകില്ല. അപ്പൊ നമ്മളിനി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ഉള്ളതാണിത്. അപ്പൊ നമ്മൾ അതെല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കുന്നുണ്ട്. ഇന്ന് സഹകരിച്ച എല്ലാ നമ്മുടെ നാട്ടുകാർക്കും ഞാൻ കൃതജ്ഞത അർപ്പിക്കുകയാണ്. വീണ്ടും ഒന്നുകൂടി എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇന്നിവിടെ വന്നിരുന്ന നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ രാഷ്ട്രീയ നിരീക്ഷണ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു ധർണയും മാർച്ചും സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചുമെല്ലാം എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ ആളുകളും സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രതികൂലമായ കാലാവസ്ഥ, നമ്മൾ മഴയാണ് പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ കഠിനമായ വെയിലത്ത് 1.5 മണിക്കൂറായി ഇവിടെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ അധികാരികൾ മനസ്സിലാക്കണം. എനിക്ക് അധികാരികളോട് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആളുകളോട് മിക്കവാറും എല്ലാ ദിവസവും വന്ന് വിവരങ്ങളൊക്കെ പറയാറുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്കൊന്നും പറയാനില്ല. ഇതിന് അനുമതി കൊടുത്ത ആളുകളും ഇപ്പം ഈ കാര്യങ്ങൾ ഈ പ്രസാദ് മാത്യുവിന് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതുമായിട്ടുള്ള പഞ്ചായത്ത് അധികാരികളോട്, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, ഇതുപോലുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇത്തരമൊരു അവസരം ഉണ്ടാക്കല്ലോ. കഴിഞ്ഞ 75 ദിവസമായി വൈകുന്നേരങ്ങളിൽ ഈ സമരത്തിന്റെ ഭാഗമായി ഒത്തുചേരൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഇതിന്റെ കള്ളികളെല്ലാം വെളിച്ചത്ത് വരും. ആരാണ് പണം വാങ്ങിച്ചുകൊണ്ട് ഇതിന് അനുമതി കൊടുക്കുന്നതെന്ന്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇത്തരത്തിലുള്ള വികസനത്തിന്റെ പേരിൽ നടക്കുന്ന എല്ലാ പദ്ധതികളും, എന്തിന് കരിമണൽ ഖനനം ഉൾപ്പെടെ തോട്ടപ്പള്ളി തീരത്തുള്ള കരിമണൽ ഖനനം നടത്തുന്നത് അങ്ങേയറ്റം തീര സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ടാണ്. ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായി ജോസഫ് മാത്യു സാറിനെ പോലുള്ള ആളുകൾക്ക് അറിയാം എന്താണ് ഭരണതലത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നടക്കുന്നത് എന്നൊക്കെ ഉള്ള അറിവുള്ള ആളുകൾ നമ്മളോടൊപ്പം നമ്മുടെ സമരത്തിന് പിന്തുണയുമായി വന്നിട്ടുണ്ട്. തീർച്ചയായും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് പലതും വെളിച്ചത്ത് വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനു മുമ്പ് തന്നെ ഈ സമരം അവസാനിപ്പിക്കുവാൻ ഇതിന്റെ അനുമതി പിൻവലിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെ ശുദ്ധമായി ശ്വസിക്കുവാൻ അനുവദിച്ചുകൊണ്ട് ഈ പ്ലാന്റ് നിർത്തിവെക്കണമെന്നും എന്നാണ് പറയാനുള്ളത്. നിർത്തിവെക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.